അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അയ്യപ്പ വിശ്വാസം നന്നായി വിൽക്കാൻ പറ്റുന്നൊരു ചരക്കാണെന്ന് തെളിയിച്ച ആദ്യത്തെ കച്ചവടക്കാരനൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ സഹായിയായിരുന്ന പോറ്റി അവിടെ നേരത്തെ നടന്ന അരുതായ്മകളെല്ലാം കണ്ട് പഠിച്ച ശേഷമായിരിക്കില്ലേ കളത്തിലിറങ്ങിയത്. കർണാടകത്തിൽ നിന്നുള്ള ധനാഢ്യരായ അയ്യപ്പ ഭക്തരുടെ ശബരിമലയിലെ അഭയവും ആശ്രയവുമായിരുന്നു പോറ്റി. അവരെ കണക്ട് ചെയ്യുന്ന ഒരു ഫോക്കൽ പോയിന്റ്. ക്രമേണ പോറ്റി സൗഹൃദങ്ങളുടെ വലിയ ശൃംഖലയ്ക്ക് രൂപം കൊടുത്തു. അത് ജയറാമിനെ പോലുള്ള ചലച്ചിത്ര താരങ്ങളിലേക്കും നീണ്ടു. വെറും വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പുറത്ത് മാത്രമാകുമോ സ്വർണ്ണപ്പാളി ജയറാമിനെ പോലെ ഒരാൾ വീട്ടിൽ പൂജയ്ക്ക് വെച്ചത്? അതോ അതുവഴി എന്തെങ്കിലും ധനപരമായ ലക്ഷ്യം പദ്ധതി ഇട്ടിരുന്നോ? അതോ ജയറാമിൻ്റെ ഭക്തിയെ പോറ്റി ചൂഷണം ചെയ്തതാവുമോ? താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ശബരിമലയിലെ വിവാദങ്ങളുടെ ഇപ്പോഴത്തെ സൂത്രധാരനിൽ പ്രധാനപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ ധാരാളം ഒന്ന് രണ്ട് സിനിമാ താരങ്ങളെ പറ്റി കൂടെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 1987 ജയമാലയിൽ തുടങ്ങി 2025 ജയറാം വരെ നീണ്ടു നിൽക്കുന്ന സിനിമാ താരങ്ങളുടെ നീണ്ട നിര ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ജയറാം എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായ സിനിമാ താരമൊന്നുമല്ല. ധാരാളം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സിനിമാ താരമാണ്. അദ്ദേഹം ഭക്തനാണ് എന്ന് പറയുന്നു. അദ്ദേഹം ഒരു മേള രംഗത്തൊക്കെ പാണ്ഡിത്യമുള്ള ആളാണെന്നൊക്കെ അവകാശപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ ഒരു ആചാര ലംഘനത്തിൽ അദ്ദേഹം നേരിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ പങ്കാളിയായി എന്നുള്ളത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം നേരത്തെയും ശബരിമലയിലെ ആചാര ലംഘനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നാണെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. 2017 ഏപ്രിൽ മാസത്തിൽ നടന്ന വിഷു പൂജക്കാലത്ത് 2017 ഏപ്രിൽ മാസം 10 ശബരിമല ശ്രീകോവിലിന്റെ മുമ്പിൽ ഇടയ്ക്ക വായിച്ചുകൊണ്ട് ആചാര ലംഘനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ദേവസ്വം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇടയ്ക്ക വായിക്കുന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സമയത്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെയായി ചുമതല വഹിച്ചിരുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ മുരാരി ബാബുവിന്റെ കൂട്ടുള്ള ആൾക്കാരാണ്. മുരാരി ബാബുവിന്റെയും മറ്റും അനുവാദത്തോടു കൂടി ജയറാം 2017 ഏപ്രിൽ മാസം 10 ശബരിമല സന്നിധാനത്ത് ശബരിമല അയ്യപ്പന്റെ തൊട്ട് മുമ്പേ നിന്നുകൊണ്ട് ഇടയ്ക്ക വായിച്ച് ആചാര ലംഘനം നടത്തിയ ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം അത്ര നല്ല വ്യക്തിയായിട്ടൊന്നും നമുക്ക് ഈ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കത്തില്ല. കാരണം ഇത്തരത്തിലുള്ള അവിഹിതമായ ബന്ധങ്ങൾ വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങള്, വ്യവസായികള്, കച്ചവടക്കാർ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവരെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ സാമ്രാജ്യം വികസിപ്പിച്ചത്. അദ്ദേഹത്തിന് ആ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തേത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ തന്ത്രി മുതൽ മന്ത്രി വരെയുള്ള ആൾക്കാരുടെ പേരുകൾ ആ ലിസ്റ്റിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഈ തന്ത്രിയുടെ അടുത്തേക്കും മന്ത്രിയുടെ അടുത്തേക്കും മേൽശാന്തിയുടെ അടുത്തേക്കും ഒക്കെ തന്നെ ഈ പ്രശസ്തരായിട്ടുള്ള ധനാഢ്യന്മാരെ കൊണ്ടെത്തിക്കുന്നതിന്റെ ഒരു പാലമായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം, എല്ലാ ഭാഷകളും അദ്ദേഹത്തിന് അറിയാം. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകൾ കൃത്യമായും ഭംഗിയായിട്ടും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തി എന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനിടയ്ക്ക് ഒരു പാലമായി വർത്തിക്കുന്നതിന്റെ കാരണക്കാരൻ. ബാക്കി വരുന്ന വ്യക്തികൾക്കൊന്നും മലയാളം പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നുള്ള സാഹചര്യത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരിലേക്ക് വന്നെത്തിച്ചേർന്നു. പത്മകുമാർ ഉൾപ്പെടെയുള്ള വ്യക്തികളുമായിട്ട് അവിഹിതമായ ധാരാളം ബന്ധങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. ഞാൻ ചോദിച്ചോളട്ടെ, പത്മകുമാറിന്റെ പാസ്പോർട്ട് പരിശോധിച്ച സമയത്ത് അദ്ദേഹം ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സന്ദർശനം നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈജിപ്ത് എന്നൊക്കെ പറയുമ്പോൾ പുരാതന വസ്തുക്കളുടെ അല്ലെങ്കിൽ നമുക്കറിയാം മമ്മി ഉൾപ്പെടെയുള്ള ഏറ്റവും പൗരാണികമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പൗരാണിക പ്രശസ്തമായ ഒരു രാജ്യമാണ് ഈജിപ്ത്. അത്തരത്തിലുള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിലുള്ള കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പത്മകുമാറും ഒക്കെ കൂടെ ചേർന്ന് വിദേശ രാജ്യങ്ങൾ സ്ഥിരമായി സന്ദർശനം നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക അവസ്ഥയെ പറ്റി പരിശോധിക്കുമ്പോൾ കോടാനുകോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉൾപ്പെടെ അദ്ദേഹം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ നാളിതുവരെ നയാ പൈസ പോലും ഇൻകം ടാക്സിൽ കണക്ക് കൊടുക്കാൻ പോലും തയ്യാറാവാതിരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളുടെ അന്വേഷണം ചെന്നെത്തേണ്ടത് തന്നെയാണ്.
തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ദേവസ്വത്തിലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്? എന്റെ മുമ്പിലേക്ക് ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ യാതൊരു ഫയലും വരത്തില്ല. നല്ല ശബരിമലയെ പറ്റി എന്തെങ്കിലും നല്ല വാർത്തകൾ ഉണ്ടായാൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയക്കാര് ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ ആ പിതൃത്വത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞത് ദൈവകോപം തന്നെ വലിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, ഇവർക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് യാതൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വാസവന്റെ മണ്ഡലമാണ് കോട്ടയം നിയമസഭാ മണ്ഡലം. ആ കോട്ടയം നിയമസഭാ മണ്ഡലത്തിലെ മെഡിക്കൽ കോളേജിന്റെ മേൽക്കൂര തകർന്നു വീണ ഒരു പാവം പിടിച്ച സ്ത്രീ മരണമടഞ്ഞു. നമുക്കൊക്കെ വളരെ വിഷമമുണ്ടായ കാര്യമാണ്. ആ മരണമടഞ്ഞ വ്യക്തിയുടെ, ആ സ്ത്രീയുടെ മകന് ഈ അടുത്ത കാലത്ത് സർക്കാർ ജോലി കൊടുത്തല്ലോ. ദേവസ്വം മന്ത്രി നേരിട്ട് ആണ് ജോലി കൊടുത്തത്. ഏത് വകുപ്പിലാണ് കൊടുത്തത്? ആരോഗ്യ വകുപ്പിലോ സർക്കാരിൽ ധാരാളം വേക്കൻസികളുള്ള മറ്റു വകുപ്പുകളിലോ ഒന്നുമല്ല കൊടുത്തത്. അന്നേരം മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കും. ആ ദേവസ്വം വകുപ്പിലേക്ക് തന്റെ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായ ഒരു അപകടത്തിൽ തന്റെ നിയമസഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർക്ക് അദ്ദേഹം ദേവസ്വത്തിലെ ഒരു ജോലി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് യഥാർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശവും അധികാരവും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒട്ടും ശരിയായ കാര്യമല്ല. ഇതിനകത്തൊരു വലിയ റാക്കറ്റ് തന്നെയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ദേവസ്വം ബോർഡിൽ എപ്പോഴും ട്രേഡ് യൂണിയനിസം കൊടികുത്തി വാഴുന്ന ഒരു വകുപ്പ് തന്നെയാണ്. അവിടുത്തെ ഏറ്റവും പ്രബലമായ ട്രേഡ് യൂണിയൻ നമ്മുടെ CITUവിന്റെയും RSPയുടെ UTUCയുടെയും കോൺഗ്രസിന്റെ INTUCയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഇതിനകത്ത് UTUCയും CPIയുടെ CITUവും CPMന്റെ CITUവും നോക്കുമ്പോൾ ഇവരൊക്കെ ദൈവവിശ്വാസം ഇല്ലാത്തവരാണെന്ന് പ്രത്യക്ഷത്തിൽ അവകാശപ്പെടുന്നവർ തന്നെയാണ് ദേവസ്വത്തിനെ ഭരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ CIT യൂണിയന്റെ ഒരു ഓഫീസ് നന്ദൻകോടിനടുത്ത് പണിയുകയുണ്ടായി. അതിന് കോടാനുകോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്ത വ്യക്തി ആരാണെന്ന് പരിശോധിക്കുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെ അന്വേഷണം ചെന്നെത്തുമെന്നുള്ള 100% ഉറപ്പ് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെയൊക്കെ വളർത്തുന്നുണ്ട്. ഈ പാലമിട്ടതിന്റെ ഭാഗമായിട്ടാണല്ലോ ദേവസ്വം ബോർഡിലെ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടേം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ അജികുമാർ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ മെമ്പറുടെ സ്വന്തം സ്ഥലമായ കായംകുളത്ത് അദ്ദേഹം സ്പോൺസർ ചെയ്ത അദ്ദേഹത്തിന്റെ SNDP ശാഖയിൽപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ 2 വ്യക്തികൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വീട് വെച്ചു കൊടുത്തു. ആ നോട്ടീസിനകത്ത് ബാംഗ്ലൂരിലെ 2 ഭക്തന്മാർ വീട് വെച്ചു കൊടുക്കുന്നതായിട്ടാണ്. ഏത് ഭക്തനാണ് ഇത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ അജികുമാറിന്റെ സ്വന്തം സ്ഥലത്ത് വീട് വെച്ചു കൊടുത്തത്? അപ്രകാരമുള്ള ഭക്തന്മാർ ഈ വർഷം ഇൻകം ടാക്സ് കൊടുത്തപ്പോൾ അപ്രകാരം സംഭാവനയായിട്ട് വീട് വെച്ചു കൊടുത്ത കണക്കുണ്ടാകുമോ? ഉണ്ടാകത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു സംഭവമേയല്ല. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ തന്ത്രിയും മന്ത്രിയും സിനിമാ താരങ്ങളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം ചെന്നെത്തുക തന്നെ വേണം. ഇതിനകത്ത് തന്ത്രിയും മന്ത്രിയും ഒന്നും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. തന്ത്രി ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പൊസിഷനുള്ള ഒരു വ്യക്തി തന്നെയാണ്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരിക്കലും കുറ്റവാളിയാവാൻ പാടില്ല. അദ്ദേഹം സംശയത്തിന് അതീതൻ തന്നെ ആയിരിക്കണം. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ തന്ത്രി സംശയത്തിന്റെ അതീതനായി നിൽക്കുമ്പോൾ മാത്രമാണ് ഹിന്ദു മതത്തിന്റെ യശസ് ഉയരുന്നത്. അദ്ദേഹത്തിന്റെ ചില കളങ്കങ്ങൾ അദ്ദേഹത്തിന്റെ മുകളിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എനിക്ക് അപ്രകാരമുള്ള കളങ്കങ്ങളില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എനിക്ക് അവിഹിതമായ ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞാൻ അങ്ങനെ അടുപ്പിക്കുന്ന വ്യക്തിത്വമേ അല്ല എന്ന് അദ്ദേഹം പറയണം. ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തിയിരുന്ന ജലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണ്? നമ്മൾ പരിശോധിക്കണം. ബെല്ലാരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിനെ പൂജയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയൊരു പാലം തന്നെയാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ച കത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി രാജീവരുടെ നോമിനിയാണ്. താങ്കൾ നേരത്തെ പരാമർശിച്ച പോലെ ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്കറിയാം എന്നാണ് ശങ്കര നമ്പൂതിരി പറയുന്നത്. മാത്രമല്ല പത്മകുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു വാചകം വായിക്കുമ്പോൾ അത് തന്ത്രി ഓർ മന്ത്രി എന്ന് നമ്മൾ കൂട്ടി വായിക്കണം. ഞാൻ ദൈവതുല്യരായി കരുതിയിരുന്ന പലരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ദൈവതുല്യർ എന്ന ബഹുവചനം പറഞ്ഞപ്പോൾ ദൈവതുല്യൻ എന്ന സിംഗുലർ അല്ല അദ്ദേഹം ഉപയോഗിച്ചത്. ദൈവതുല്യർ എന്ന പ്ലൂറൽ പറഞ്ഞപ്പോൾ തന്ത്രിയാവാം മന്ത്രിയാവാം, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് പത്മകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തന്ത്രിയെ ആരാണ് അവിടെ കൊണ്ടുവന്നത്? ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വളരെ പ്രാമുഖ്യമുണ്ടല്ലോ.
എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും ഈ ഇപ്പോൾ ശബരിമലയിലെ മുൻ മേൽശാന്തിയായിരുന്ന ഒരാള് സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ചൊരു ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിനകത്ത് ശബരിമലയിൽ നടക്കുന്ന എല്ലാ കൊള്ളകളെ പറ്റിയുമുള്ള വിശദമായ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളെ പറ്റി കൂടി അന്വേഷിക്കണം. അതിൽ ഊമക്കത്താണ് എങ്കിൽ പോലും, ഊമക്കത്താണെങ്കിൽ ഊമക്കത്തായിട്ട് എടുക്കാം. അത് എഴുതിയ ആ തിരുമേനി, ആ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയച്ച കത്ത് തന്നെയാണ്. മാത്രമല്ല അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അതിൽ പറഞ്ഞ ഒരു കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല മേൽശാന്തിയാക്കാൻ തന്ത്രി നീക്കം ആരംഭിച്ചു എന്നുള്ളതാണ്. നോക്കൂ എത്രമാത്രം ആഴത്തിലുള്ള ബന്ധമായിരിക്കും അവർക്കിടയിൽ. അതെ, അവർ തമ്മിലുള്ള ആത്മബന്ധത്തിനെ പറ്റിയുള്ള പരിശോധന അത്യാവശ്യമാണ്. കാരണം ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്വയം നവീകരണം ഏറ്റുവാങ്ങുന്ന ഒരു മതം ലോകത്തുണ്ടെങ്കിൽ അത് ഹിന്ദു മതം മാത്രമാണ്. സെമറ്റിക് മതങ്ങൾ ഏത് കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്ന് അവർ മാറിയിട്ടില്ല. പക്ഷെ ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തന്ത്രി കുടുംബം എന്ന് പറയുന്നത്. ആ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾ സംശയത്തിന് അതീതര് തന്നെ ആകണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു തന്ത്രി ഒരു സംശയത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് വാജീവാഹനത്തിനെ സംബന്ധിച്ചൊരു പരാമർശമുണ്ടല്ലോ. ആര് പറഞ്ഞിട്ടാണ് വാജീവാഹനം കൊണ്ടുപോയത്? എല്ലാ ക്ഷേത്രങ്ങളിലെയും വാജീവാഹനം തനിക്ക് സ്വന്തമാണ് എന്ന് ഏതെങ്കിലും ദേവസ്വം മാനുവൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് ദേവസ്വത്തിന് ഇപ്പൊ കത്തെഴുതിയത്? അതുകൊണ്ട് ഇതിന്റെ പിറകിലൊക്കെ ഒരു അന്താരാഷ്ട്ര റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളെ പറ്റിയും നഷ്ടങ്ങളെ പറ്റിയും ഉള്ള കാര്യങ്ങൾ കൂടി ഇതിന്റെ ഒരു ആന്റിക് വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ ആർക്കിയോളജിക്കൽ വാല്യൂ ഒക്കെ പരിശോധിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് കോടാനുകോടി സഹസ്ര കോടി രൂപകളിലേക്ക് പോകുന്ന ഒരു വലിയ റാക്കറ്റാണ്. അത് തന്ത്രി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. അദ്ദേഹമാണ് ഞാൻ സംശയത്തിന് അതീതനാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത തന്ത്രിക്കുണ്ട്. അത് അദ്ദേഹം ഒരു ദിവസം മുമ്പേ ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധത്തിന് അദ്ദേഹത്തിന് ഹിന്ദു സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിന് ഇടയുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ചുമതലയും തന്ത്രിക്ക് തന്നെയാണ്. വേറെ തന്ത്രിമാരില്ലല്ലോ. രാജീവരെ പറ്റി മാത്രമാണല്ലോ ഇപ്പൊ സംശയം വന്നത്. അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് അത്. അതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം മുമ്പേ കുറ്റവിമുക്തനാകണം, അല്ലെ സംശയത്തിന് അതീതനായി മാറണം.